കാഴ്ചാ പരിമിതി മറികടന്ന് അറിവിലൂടെ മികവിന്റെ പടവുകൾ കയറുകയാണ് കണ്ണൂർ കമ്പിൽ സ്വദേശിനി റിൻഷ രവീന്ദ്രൻ. പ്രതിസന്ധികളെ കരുത്താക്കി മാറ്റി റിൻഷ JRF എന്ന നേട്ടം കരസ്ഥമാക്കിയപ്പോൾ അതൊരു നല്ല മാതൃക കൂടിയായി മാറുകയാണ്. സൈക്കോളജിയിൽ ഗവേഷണം ചെയ്യണമെന്ന വലിയ ലക്ഷ്യമാണ് ഇനി റിൻഷയ്ക്ക് മുന്നിലുള്ളത്. പരിമിതികൾ വെല്ലുവിളികളല്ല എന്ന് തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തരികയാണ് കണ്ണൂർ കമ്പിൽ സ്വദേശി റിൻഷ രവീന്ദ്രൻ. നടന്ന വഴികളിലെ തടസ്സങ്ങളൊന്നും റിൻഷയ്ക്ക് ഒരു വെല്ലുവിളിയേ ആയില്ല. കാഴ്ച പരിമിതിയെ തൻ്റെ പഠന മികവ് കൊണ്ടാണ് റിൻഷ മറികടക്കുന്നത്. ഒടുവിൽ ആ കഠിനാധ്വാനം JRF എന്ന നേട്ടത്തിൽ വരെ കൊണ്ടെത്തിച്ചു. അതിനുവേണ്ടി പഠിച്ചു. അത് ഇപ്രാവശ്യം എക്സാം പുറമേ കുറച്ച് ടഫായിരുന്നു. അപ്പം ഞാൻ റിസൾട്ട് ഒട്ടും മിക്കനെ എക്സ്പെക്റ്റ് ചെയ്തതല്ല. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ JRF കിട്ടി. അപ്പം അത് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നീട് അങ്ങോട്ടെല്ലാം പഠിക്കുന്നതും വലിയ വലിയ റെഫറൻസ് ബുക്സൊക്കെ ആയിരിക്കും നമുക്ക് മിക്കപ്പോഴും വായിക്കാനുണ്ടാവും. അപ്പോൾ ആ വായിക്കുന്നതെല്ലാം ഫുൾ ഫോൺ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് പൊതുവേ എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ എൻ്റെ ടീച്ചേഴ്സും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ എക്സാംസ് ആണെങ്കിലും എന്ത് കാര്യമാണ് അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതാണെങ്കിലും എല്ലാം അവരും ചെയ്യിപ്പിച്ചതുകൊണ്ട് തന്നെ ഇപ്പം PGക്ക് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഭയങ്കര വർക്ക് ലോഡായിരിക്കും. അപ്പം ചെറിയ ക്ലാസ്സിൽ ഞാനൊരു നോർമൽ സ്കൂളിൽ പഠിച്ചതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് ശരിക്കും മനസ്സിലായത് PGക്ക് പോയപ്പോഴാണ്. മകൾക്ക് ഒരു കൂട്ടുകാരിയെ പോലെ ഈ നേട്ടത്തിന്റെ വഴിയിൽ അമ്മ പ്രിയയും കട്ടയ്ക്ക് കൂടെയുണ്ട്. മകൾക്കായി പാഠങ്ങൾ വായിച്ചു നൽകിയും പഠിപ്പിച്ചും കരുത്തായത് അമ്മ തന്നെ. നമുക്കൊരു പേടി ഉണ്ടായിന്, പക്ഷെ ഇവൾക്ക് പേടിയൊന്നുമില്ല. ഇവൾ പറഞ്ഞാൽ അങ്ങനെ പോയി പഠിക്കണം, എന്നാലേ പിന്നെ അവൾക്കൊരു ധൈര്യം ഉള്ളതുകൊണ്ട് നമുക്കൊരു ധൈര്യമായി. പിന്നെ അവിടെ പോകുമ്പോൾ കുട്ടികൾ എവിടെയും ആയിട്ടുണ്ടാവും. ഫസ്റ്റ് ചേരുമ്പോൾ ആ ഒരു വിഷമേ ഉള്ളൂ. പിന്നെ അവിടെ എത്തി അപ്പം പിന്നെ കുട്ടികളെല്ലാം പരിചയമാകുമ്പോൾ പറഞ്ഞു കണ്ണൂർ വരുന്ന കുട്ടികളുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് പയ്യന്നൂരുള്ള കുട്ടിയാണ്ടായ. അപ്പോൾ അവളെ കൂടെ രാവിലെ ആ സ്റ്റേഷനിൽ വണ്ടിയിൽ കൊണ്ടുവിടും. അപ്പോൾ ആ കുട്ടി ആ ട്രെയിനിലുണ്ടാവും. അങ്ങനെ അവളോടെ പോവും. പിന്നെ അതൊന്നും ഒരു ചിന്തിക്കുന്നില്ല. അവളതായ ഇതിലങ്ങനെ പോകുന്നുണ്ട്, ഓരോരോ പടി കയറി. ഇപ്പം നമുക്ക് കണ്ണിൻ്റെന്ന് വെച്ചൊരു പ്രശ്നമേ ഇല്ല ഇപ്പോൾ. കാരണം അതെല്ലാം നമ്മൾ മറന്നുപോയി. കാരണം ഇപ്പം നല്ല ഇതിലങ്ങനെ ഹൈ ലെവലിൽ എത്തിയല്ലേ ഇപ്പോൾ. അച്ഛൻ രവീന്ദ്രനും സഹോദരനും പിന്തുണയുമായി ഒപ്പമുണ്ട്. ഇനി ഏതെങ്കിലും കേന്ദ്ര സർവകലാശാലയിൽ സൈക്കോളജിയിൽ ഗവേഷണം നടത്തണമെന്ന ആഗ്രഹത്തോടെ മുന്നോട്ടു പോവുകയാണ് റിൻഷ.